ഹലോ ആൻഡ് ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ അരുൺ ചുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന സ്ഥാപനയോട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൻ്റെ മാർക്കറ്റിംഗ്, അതിൻ്റെ പ്രോഡക്ട്സുകൾ മാർക്കറ്റ് ചെയ്യുന്ന കെൽട്രോ എന്ന സ്ഥാപനയോട് ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ കേൾക്കുകയുണ്ടായി. അവിടെയുള്ള തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, തൊഴിൽ പീഡനങ്ങൾ, ടാർഗറ്റ് മീറ്റ് ചെയ്തില്ലെങ്കിൽ അവരനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷാ നടപടികളൊക്കെ നമ്മൾ കണ്ടു. അതിനെക്കുറിച്ച് ചർച്ച ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിയാക്ഷൻ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ഇടയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, വളരെ രസകരമായ ഒരു കമൻറ്റ്. അതുമായിട്ട് ബന്ധപ്പെട്ട റിയാക്ഷൻ വീഡിയോ ചെയ്യണമെന്ന് കരുതി ചില കാര്യങ്ങൾ അന്വേഷിച്ച് വന്നപ്പോൾ എനിക്ക് മറ്റൊരു വീഡിയോ ലഭിച്ചു. അപ്പോൾ ആ കമൻറ്റും ഈ വീഡിയോയും, അതിൽ മറ്റേ വീഡിയോയിൽ കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്, പറ്റുവാണെങ്കിൽ കവർ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോ സംസാരിക്കാം. അപ്പോൾ ഈ കമൻറ്റും അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ജോലി ചെയ്ത അനൂപ് എന്ന വ്യക്തിയും പറഞ്ഞ ചില കാര്യങ്ങളാണ് നമ്മൾ റിയാക്ഷനിൽ എടുത്തിട്ടുള്ളത്. ആദ്യം കമൻറ്റ് നോക്കാം. ആരാധിക എന്ന വ്യക്തിയാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് പണിഷ്മെൻറ്റ് കൊടുക്കുന്നതൊന്നും മാനേജ്മെൻ്റ് അല്ല, അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെയ്താൽ മതി. എൻ്റെ പൊന്നളിയാ, ഭയങ്കര ഓപ്ഷൻസ് കൊടുക്കുന്നത് പോലെയാ. നമ്മൾ ഫിയർ ഫാക്ടർ പോലെയുള്ള പരിപാടികൾ പണ്ട് HBO എല്ലാം തോന്നുന്നു, അതൊരു എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമായിട്ട് വരുന്നതാണ്. പക്ഷെ അതിലേക്ക് ആളുകൾ പോകുന്നവരുടെ ചോയ്സാണ്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതേപോലെ എന്തൊരു പരിപാടി എന്ന രീതിയിലാണ് ഈ സഹോദരി ഇവിടെ പറയുന്നത്. ഇഷ്ടമുണ്ടെങ്കിൽ ജോയിൻ ചെയ്താൽ മതി. എത്ര ഇതിലേക്ക് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നതാണ്. അതായത് മാനേജ്മെന്റ് ഇതിലൊന്നും യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. നമുക്ക് താല്പര്യമില്ലെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനും ഈ സ്ഥാപനത്തിൽ പോയതാണ്, എനിക്കും ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. എന്ത് ഗിഫ്റ്റാണെന്ന് പറഞ്ഞിട്ടില്ല. പണിഷ്മെന്റ് ഒക്കെ അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് കിട്ടും, അത്ര തന്നെ. അങ്ങോട്ട് കൊടുത്ത് ആരും ന്യൂനിനോട് പറയില്ല. എനിക്ക് മനസ്സിലായില്ല. അങ്ങോട്ട് കൊടുത്ത ആരും ന്യൂസിനോട് പറയില്ല എന്നുള്ളത്. അതായത് ഞങ്ങൾ അങ്ങോട്ട് കൊടുത്തിട്ടുള്ള കാര്യം പറയില്ല, ഇങ്ങോട്ട് കിട്ടിയ കാര്യം മാത്രമാണ് പറയുന്നത്. പറഞ്ഞു വരുമ്പോൾ ഇത് കോളേജിലെ റാഗിങ് പോലെയാണ് അവതരിപ്പിക്കുന്നത്. സഹോദരി, ഈ കോളേജിലെ റാഗിങ് നോൺ ബെയിലബിൾ ഒഫൻസ് ആണെന്ന് അറിയാവോ? അതേപോലുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത്. നിങ്ങൾ ഈ പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഈ ചുമ്മാ കംപ്ലീറ്റ് ചെയ്താൽ മതി എന്ന് പറയുന്നൊരു കാര്യം. എന്തൊക്കെയാണ് ഈ കംപ്ലീറ്റ് ചെയ്യുന്ന ടാസ്കുകൾ? കഴുത്തിൽ ബെൽറ്റ് ഇട്ട് പട്ടിയെ പോലെ 4 കാലിൽ നടക്കണം, നിലത്ത് നിന്ന് ചീഞ്ഞ പഴം നക്കിയെടുക്കണം, ആരെങ്കിലും ചവച്ചു തുപ്പിയത് നക്കിയെടുക്കണം. അതിൻ്റെ അപ്പുറത്തേക്ക് വരെ പല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഈ സെൽഫ് അസസ്മെന്റ് എന്ന പേരിൽ നടത്തിയിട്ടുള്ള അതിക്രമങ്ങൾ, സ്ത്രീകൾക്കെതിരെ നടത്തിയിട്ടുള്ള അതിക്രമങ്ങൾ, ഇതൊക്കെ അവിടെ കംപ്ലീറ്റ് ചെയ്യേണ്ട ടാസ്ക്കാണ്. ഇഷ്ടമുണ്ടെങ്കിൽ പങ്കെടുത്താൽ മതി. അപാര തൊലിക്കെട്ടിയാണ് ഇതൊക്കെ വന്ന് പറയാനായിട്ട്. ഇതൊക്കെ എങ്ങനെ ഒപ്പിക്കണം നിങ്ങൾ ഈ പറയാനുള്ള മാനസികാവസ്ഥ? അപ്പോൾ ഇങ്ങനെയുള്ള ക്രിമിനൽ ഒഫൻസ് അവിടെ സ്റ്റാഫ് നടത്തുകയാണെന്ന് പറഞ്ഞിട്ട് ഈ സ്ഥാപനം കൈകിട്ട് നോക്കിയിരിക്കുകയാണ്, നടത്തിക്കോട്ടെ എന്ന് പറഞ്ഞ്. അത് ശരിയാണെന്ന് സഹോദരിക്ക് തോന്നുന്നുണ്ടോ? ഒരു സ്ഥാപനത്തിലെ ഒരു സ്റ്റാഫ് മറ്റൊരു സ്റ്റാഫിനോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കൂട്ടം സ്റ്റാഫുകൾ മറ്റൊരു കൂട്ടം സ്റ്റാഫിനോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നു. അത് കണ്ട് ഒരു സ്ഥാപനത്തിന് കണ്ണടച്ചിരിക്കുന്നു. ഭവതി പറയുന്ന ഈ ആർഗ്യുമെന്റ്സ് ഞാൻ പച്ചയ്ക്ക് എടുത്തിട്ട്, അല്ലെങ്കിൽ ആ പച്ചവെള്ളം വിഴുങ്ങുന്നതിൽ വിഴുങ്ങിയിട്ട് പറയുകയാണ്. ഈ പറയുന്ന സംഭവം ഒരു കമ്പനിയിൽ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ അവിടുത്തെ മാനേജ്മെന്റ് അത് നടന്നോട്ടെ എന്ന് പറഞ്ഞ് കൈയും കെട്ടി നോക്കുന്നത് ശരിയാണെന്ന് ഭവതി വിചാരിക്കുന്നുണ്ടോ? എമ്മാതിരി കോപ്പിലെ സ്ഥാപനമായിരിക്കണോ അത്? പൊന്മാൻ ഫിലിമിലെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ. പൊന്മാൻ ഫിലിമിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബേസിൽ ജോസഫിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണിക്കുന്ന രംഗത്തെക്കുറിച്ച് പറഞ്ഞുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായിരിക്കും റെഫർ ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. ആ ഫിലിമിലെ നായിക പോകുന്നത് പിറ്റേ ദിവസം ന്യൂസ് പേപ്പറിൽ എങ്ങനെ ആയിരിക്കും വരുന്നത്. നവവധു കാമുകനോടൊപ്പം സ്ത്രീധനം കിട്ടിയ സ്വർണവുമായി നവവരന് അയാളുടെ ചെമ്മീൻ അടിച്ച് തകർത്ത് കടഞ്ഞു എന്നായിരിക്കും. ബട്ട് സത്യം എന്താണെന്നുള്ള കഥ അറിയാവുന്നവർക്കെല്ലാം അറിയൂ. സെയിം അവിടെയുള്ളവർക്കല്ലേ അവിടുത്തെ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. ഈ പണിഷ്മെന്റ് ചെയ്തെന്ന് പറയുന്ന കുട്ടി ഇപ്പോഴും ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. അത് തന്നെ പോരെ മനസ്സിലാക്കാൻ. അതെന്താ ഉദ്ദേശിച്ചത്? ആ പണിഷ്മെന്റ് ചെയ്യുന്ന കുട്ടി അവിടെ സ്ഥാപനത്തിൽ തുടരുന്നത് കൊണ്ട് അവിടെ പണിഷ്മെന്റ് ഇല്ല എന്നാണോ? അല്ലെങ്കിൽ അവിടെ അങ്ങനെ സംഭവമില്ല? ഇനിയിപ്പോൾ ഞാൻ കൂടുതൽ ഇതിനകത്ത് ചോദിക്കുന്നില്ല. ഭവതിയെ പോലെ അവിടെ ജോലി ചെയ്തു, ഗിഫ്റ്റ് കിട്ടിയ ഭവതി, ചെറിയത് അവിടെ ജോലി ചെയ്ത അനൂപ് എന്ന് പറയുന്ന ആളുടെ വീഡിയോ ആണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യമാണ്. നിങ്ങൾ പറയുന്ന ആ വാദത്തിന്റെ ഒരു ഭാഗം ഞാൻ അവിടെ നടത്തിയെടുത്താണ്, കാരണം അതിന് സ്ട്രെയിറ്റ് ആയ ഒരു ആൻസർ ഇവിടെ ഉള്ളതുകൊണ്ടാണ്. മെയിൻ ഒരു കാര്യം കൂടി ഞാൻ പറയാം. എല്ലാവരും ഇപ്പം എന്താ പറയുക, 2-3 ഇപ്പോൾ കേസ് പോയിട്ടുണ്ട്. ഇവരെല്ലാവരും വേട്ടയാടാൻ പോകുന്നത് ആ ബ്രാഞ്ചിൽ ഇപ്പോൾ അത് കണ്ടക്ട് ചെയ്ത ആ കുട്ടികളുടെ നേരെ. ദയവ് ചെയ്തിട്ട് ഒന്ന് മനസ്സിലാക്കേണ്ട കേസ്, അവരത് ചെയ്യുന്നത് അവരെ കൊണ്ട് ചെയ്യുന്ന ഓക്കെ, അവന്മാരെ കൊണ്ട് എന്താ പറയുക, നടന്ന പയ്യന കേസ് വിട്, ആ നടത്തിച്ചത് അത് അവന്മാരെ കൊണ്ട് ചെയ്യുന്നതാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, കമ്പനിക്ക് നേരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാം ഇനി ചെല്ലാൻ മുളക് പിള്ളങ്ങൾക്ക് നേരെയാണ്. ഗിഫ്റ്റ് കിട്ടിയ ഭവതി എന്ത് പറയുന്നു? അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇത് അവരെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത്, ഞാൻ ഈ കമൻ്റ് എടുത്ത് റിയാക്ട് ചെയ്യാൻ തീരുമാനിച്ചത് ശരിയായ ഒരു കാര്യമാണ്. ഇതൊരു പ്രൊപ്പഗാൻഡ പോലെ പോവും. ഇയാൾ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ, സ്ഥാപനത്തിനൊന്നും വരില്ല, ഇത് ചെയ്തവന്മാരെതിരെ തിരിയും. അവരിത് ചെയ്യുന്നത് ഗതികേടുണ്ട്. നിങ്ങളിത് പറയുന്ന അവിടുത്തെ ഒരു വേണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാവുന്ന ഒരു ഗെയിം പോലെയാണ് ഭവതി അവതരിപ്പിച്ചത്. ഒരുമാതിരി ചില റാഗിങ് നടക്കുന്ന പോലെ ക്രൂരതയാണ്, മനുഷ്യത്വരഹിതമായ ഒരു കാര്യത്തെയാണ് നിങ്ങൾ വന്ന് നിന്ന് വെള്ളപൂശുന്നത്.
അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇയാൾ ആരാണെന്ന് പറയാനെന്ന്. അപ്പോൾ അത് കൃത്യമായിട്ട് പുള്ളി പറയുന്നുണ്ട്. ഹലോ നമസ്കാരം, എൻ്റെ പേര് അനൂപ് എന്നാണ്. 1000 പേരോളം ഈ ചാനൽ കാണുന്നുണ്ടെങ്കിലും നിങ്ങളെപ്പോലെ 19 പേര് മാത്രം സ്ഥിരമായിട്ട് എന്തെങ്കിലും കാണാൻ വേണ്ടി സ്ഥിരം വരുന്നവരുള്ളൂ. അപ്പോൾ ആ വരുന്ന അച്ഛന്മാരോടായിട്ടാണ് എനിക്ക് ചെറിയ കുറച്ച് കാര്യം. 2 വർഷത്തോളം ഈ ഒരു ഫിലിമിൽ വർക്ക് ചെയ്ത ഒരാളായിട്ടുള്ളത് കൊണ്ടിട്ട് ഞാൻ എൻ്റെ കുറച്ച് മാധ്യമങ്ങൾ നിങ്ങളിൽ നിന്ന് അടച്ചു വെക്കുന്ന കുറച്ച് കാര്യങ്ങൾ എല്ലാവരും ഒന്ന് തുറന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യുന്നത്. 2 വർഷത്തോളം ഞാൻ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു ബാഗ് എടുത്ത് ട്രെയിനിങ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ കുട്ടികളെ ഫീൽഡിൽ കൊണ്ടുപോയിട്ട് അതായത് എൻ്റെ കൂടെ തന്നെ ഞാൻ കൊണ്ടുപോയിട്ട് അവിടെ സീൽ പിടിപ്പിച്ച് അവരെ കൂടെ നിർത്തിയിട്ടുണ്ട്, പ്രൊമോഷൻ വാങ്ങിച്ചിട്ടുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇവർ പറയുന്ന എല്ലാ കാറ്റഗറീസിലും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഷെയർ ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം കുറച്ച് കാലം ഷെയർ ചെയ്യുന്നുണ്ട്, നമുക്ക് അതിലേക്ക് വരാം. അവിടെ ജോലി ചെയ്ത ആളാണ്. അവിടെ ഈ പറയുന്ന പോലെ ഒരു ബാഗ് എടുത്ത് സെയിൽസിന് പോയി, പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്, പുതിയതായിട്ട് നാളെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ആ വ്യക്തിയാണ് പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാണ്. അതിനെയാണ് ഭവതി വന്ന് വെള്ളപൂശുന്നത്. ബാക്കിയുള്ള വിഷയങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പേ ചില കമൻറ്റുകൾ, ഇദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ വന്നിട്ടുള്ള ചില കമൻറ്റുകൾ ഒന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം. ഞാനും വർക്ക് ചെയ്തിട്ടുണ്ട്, എല്ലാത്തിനെയും അറിയാം, ഫുള്ള് ഉടായ്പാണ്. ഈ കമ്പനി ഫുൾ പറ്റിക്കലാണ്. 3 മാസം ജോലി ചെയ്യണമെന്ന് പറഞ്ഞ് ഇവർ 2-3 വർഷം ജോലി ചെയ്യിക്കും. ഇതിൽ എല്ലാവരും നിൽക്കാനുള്ള കാരണം ഇവരുടെ ഒടുക്കത്തെ മോട്ടിവേഷൻ ആണ്. കാറ്, വീട്, അങ്ങനെ എല്ലാം ഇവർ അവരുടെ കാണിക്കും. ഇവർ പുതിയ ഒരാൾ നല്ല വില കൂടിയ ഭക്ഷണം വാങ്ങിക്കൊടുക്കും. അതിന് ക്യാഷ് ഇവർ കഷ്ടപ്പെട്ട് വിൽക്കുന്ന സാധനങ്ങളിൽ ഇവർ എടുക്കും. ഇവർ അറിയാതെ ആരും ചെന്ന് ചാടല്ലേ. ഇവരുടെ മോട്ടിവേഷൻ കാരണം എൻ്റെ 5 വർഷമാണ് പോയത്. എൻ്റെ 5 വർഷം എനിക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല, പക്ഷേ അവർക്ക് കുറെ ഉണ്ടാക്കി. ഹർത്താൽ പോലും ലീവില്ല. അങ്ങനത്തെ മനസാക്ഷി ആളുകൾ ഇവർ. മനസാക്ഷി ഇല്ലാത്തതെന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. വയ്യാതെയായിട്ടും അവർ സെയിൽസിന് മാത്രം ഇമ്പോർട്ടൻസ് നൽകി നമ്മുടെ ശാരീരിക അവസ്ഥയെ പോലും കണക്കിലെടുക്കാതെ വീണ്ടും നമ്മളെ കൊണ്ട് പണിയെടുപ്പിച്ച് ബുദ്ധിമുട്ടിക്കുന്നു. 3 മാസം എന്ന് പറഞ്ഞ് 2.5 വർഷത്തോളം ഞാൻ അവിടെ നിന്നു. പ്രൊമോഷൻ തരാമെന്ന് പറയുന്നതല്ലാതെ ഒരിക്കലും അവർ പ്രൊമോഷൻ തന്നിട്ടില്ല. അവർ ക്യാഷ് ഉണ്ടാക്കുന്ന രീതി മാത്രമായിരുന്നു. പിന്നീട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചാലും ഇവർ നമ്മളെ അവിടെ പൂട്ടിയിടുന്ന ഒരവസ്ഥയിൽ ആയിരുന്നു. സത്യങ്ങൾ വിളിച്ചു പറയുന്ന താങ്കൾക്ക് അഭിനന്ദനങ്ങൾ. എനിക്കല്ല, ആ ചെക്കനാണ് അഭിനന്ദനങ്ങൾ. ഞാനും 8 മാസം അനുഭവിച്ചതാ. ഇവിടെ വരുന്ന ആളുകൾക്ക് പ്രേമിക്കാൻ പാടില്ല, മാനേജർമാർക്ക് പ്രേമിക്കാം. ഇപ്പോൾ അതാണ് നടക്കുന്നത്. ഞാനും 1 ഇയർ ആംഗ്രി സ്മൈൽ ഇട്ടിരിക്കുന്നു. ബ്രോ, ഞാനും 2003 വർക്ക് ചെയ്തിട്ടുണ്ട്. വെരി ബാഡ് ആൻഡ് ഡേഞ്ചർ സിറ്റുവേഷൻ ആണ്. ഞാൻ 20 വർഷം മുമ്പേ ഇവിടെ ഒരു ബ്രാഞ്ചിൽ 2 മാസം പണിയെടുത്തിരുന്നു. സേവന കറി പൗഡറും ചായപ്പൊടിയുമായിരുന്നു പ്രോഡക്ട്സ്. പക്ഷേ അന്നൊന്നും പീഡനമില്ലായിരുന്നു. തൃപ്പൂണിത്തുറ പേട്ടയിൽ ഹൈലാൻഡ് ഫർണിച്ചറിന്റെ പോലെ ഒരു വീട്ടിലായിരുന്നു താമസം. ശമ്പളം പോലും കിട്ടാതെ ആയപ്പോൾ ഞാൻ സ്കൂട്ടായി. അന്ന് 2003 പീഡനമില്ലായിരുന്നു, പക്ഷെ ശമ്പളം കൊടുക്കില്ലായിരുന്നു. അടിപൊളി. ബ്രോ കാണിച്ച വീഡിയോയിലുള്ള ആൾ എൻ്റെ ട്രെയിനിങ് സെൻറ്ററിൽ നിങ്ങൾ ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ട്. ബ്രോ പറയുന്നതൊക്കെ സത്യമാണ്. ഇപ്പോൾ ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന സമയമായിരുന്നെങ്കിൽ പോലും അവർ ഇതിനെയൊക്കെ ന്യായീകരിച്ച് നാളെ നമ്മൾ ഇതൊക്കെ മറന്ന് പിന്നെയും വർക്കിനിറങ്ങും. മോട്ടിവേഷൻ അല്ല, നല്ല ബ്രെയിൻ വാഷിംഗ് ആണ്. ഇങ്ങനെ താഴത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള കമൻസാണ്. അവിടെ ജോലി ചെയ്ത് ദുരിതം അനുഭവിച്ച ആളുകളുടെ കമൻസാണ് ഈ പറയുന്നത്. ഇതിനെയാണ് ഈ സഹോദരി വന്നിരുന്ന് വെള്ളപൂശി അങ്ങോട്ട് വിശുദ്ധമാരാക്കാൻ നോക്കുന്ന മാനേജ്മെന്റിന്. ഇതും അവിടുത്തെ സ്റ്റാഫുകൾ ചെയ്യുന്നതായിരിക്കുമല്ലേ, ശമ്പളം കൊടുക്കാതിരിക്കുന്നത്. സ്റ്റാഫാണ് അവിടുത്തെ ശമ്പളം കൊടുക്കുന്നത്. അതും ഇതും അറിഞ്ഞ് കാണിച്ച് പറ്റിക്കുക. പ്രൊമോഷൻ തരാമെന്ന് പറഞ്ഞ് പറ്റിക്കുക. അവർ വാങ്ങിയ കാറും വീടും ഒക്കെ കാണിച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ആകാമെന്ന് പറഞ്ഞ് മോട്ടിവേഷൻ കൊടുത്തവരെ പറ്റിക്കുക. അവസ്ഥ കൊണ്ട് അവിടെ എത്തിച്ചേർന്ന പിള്ളേരായിരിക്കും അവരൊക്കെ ഇതൊക്കെ കാണിച്ച് പറഞ്ഞു പറ്റിക്കും. ഇതൊക്കെ അവിടുത്തെ സ്റ്റാഫ് ചെയ്യുന്നതാണ്. നല്ല തൊലിക്കെട്ടി വേണം കേട്ടോ, ഇമാതിരി വെളുപ്പിക്കാൻ വന്നിരുന്നു. ഇതൊന്നുമല്ല, ഈ വെളുപ്പിക്കൽ ഇവിടെ തീരുന്നൊന്നുമില്ല. മാധ്യമങ്ങൾ ഇതിനകത്ത് കാര്യമായ ചില വെളുപ്പിക്കൽ നടത്തുന്നുണ്ട്. അതിനെക്കുറിച്ച് വ്യക്തി പറയുന്നൂടെ ഒന്ന് കണ്ടേക്കാം. ഇന്നലെ ഞാൻ വേറൊന്നുമല്ല, ഇന്നലെ രാത്രി കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഒരു പ്രമുഖ മാധ്യമത്തിൽ ലാസ്റ്റ് ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. തൊഴിൽ പീഡനം വ്യാജമാണ് എന്ന് യുവാക്കളുടെ മൊഴി എന്നൊക്കെ പറഞ്ഞിട്ട് 24 വേറെ 24 തന്നെ വന്നിട്ടുണ്ടായിരുന്നു. രാത്രി വന്നിട്ടുണ്ടായിരുന്നു ഇത് വ്യാജമാണെന്ന് പറഞ്ഞിട്ട്. സീരിയസ്ലി ഞാനിപ്പോൾ പറയുകയാണ്, മാധ്യമങ്ങൾക്ക് എത്ര ശ്രമിച്ചാലും ഈ ഒരു എന്താ പറയുക, ഈ ഒരു സിസ്റ്റത്തിന്റെ ചില ഇങ്ങനെയുള്ള ഇതാണ് എന്ന് മാത്രമല്ലാണ്ട് ഇവരെ വർക്കൊന്നും ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. അതായത് ജോയി ജോസഫിനെയോ ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന കമ്പനിയോ അവരുടെ താഴെ നിൽക്കുന്ന ഇൻചാർജ് മാനേജറിനോ അല്ലെങ്കിൽ അവർക്ക് ആർക്കെതിരെയും ഒരു കാരണവശാലും അവർക്ക് ലീഗലി ഒന്നും ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ളവരൊക്കെ മനസ്സിലാക്കിയിട്ട് കുറച്ച് ഇതായിട്ട് എന്താ വെച്ചാൽ സമരങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടന്ന് കുറച്ച് പിള്ളേർ പോയി കഴിഞ്ഞാൽ നല്ലത്. ഒരു വർഷം കഴിഞ്ഞാൽ പിന്നെ ഇവർ അതുപോലെ തന്നെ സെറ്റായിട്ട് വരും. മാത്രമല്ല കേരളം മാത്രമല്ല, തമിഴ്നാട്ടിൽ ഇവർ ഇതേ സെറ്റപ്പിൽ തന്നെ പരിപാടി നടത്തുന്നുണ്ട്. ഇതാണ് അവസ്ഥ. മാധ്യമങ്ങൾ, ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെയാണ് മാധ്യമങ്ങൾ സംസാരിക്കുന്നത്. സാധാരണ ഞാൻ കണ്ടിട്ടില്ല മാധ്യമധർമ്മത്തിൽ ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു. കഴിഞ്ഞ വർഷം ഒലിവിയ ഡിസൈൻ എന്ന് പറഞ്ഞൊരു സ്ഥാപനം, അവിടെയുള്ള പെൺകുട്ടികൾ അനുഭവിച്ചിരുന്ന പല അനീതികളും അതിനെതിരെ സംസാരിച്ചപ്പോഴേ മാധ്യമങ്ങളൊക്കെ പഞ്ചപുച്ഛമടക്കി വായിൽ മണ്ണും തിരിയിരിക്കുകയായിരുന്നു. ഒരക്ഷരം മിണ്ടിയില്ല. ഇനിയിപ്പോൾ ഈ വിഷയത്തിൽ ഇറങ്ങി തിരിച്ചപ്പോൾ ആദ്യം ഇത് ഏതോ ഒരു സ്ഥാപനം എന്ന രീതിയിൽ ഇറങ്ങിയത്, പക്ഷെ പിന്നീട് ഇത് ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് ആ രീതിയിലൊക്കെ പോകുന്നുണ്ടപ്പോഴേക്കും ഇനി വെളുപ്പിക്കൽ പ്രക്രിയ ആരംഭിച്ചിട്ടുണ്ട്.
അതിന് തുടരും. ആ ചെക്കൻ പറയുന്നത് കറക്റ്റാ. ഇതിന്റെ എല്ലാ സംഭവങ്ങളും തലയിൽ വന്ന് വീഴാൻ പോകുന്നത് അവിടെ ജോലി ചെയ്ത ആ വീഡിയോയിൽ കണ്ട ആളുകളുണ്ടല്ലോ, ഇവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്ന ആളുകൾ. ആ സ്ത്രീ പറഞ്ഞതുപോലെ അവിടെയുള്ള സ്റ്റാഫുകൾ കൊടുക്കുന്ന പണിഷ്മെന്റ് അവരുടെ തലയിൽ ഇത് അവസാനിക്കും. ആ കേസ് അവിടെ തീരെ ഇതിന്റെ മേളിലേക്ക് ഒന്നും പോകാൻ പോകുന്നില്ല. ഇതിനപ്പുറത്തേക്ക് നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിക്കുന്നത് വേറെ ഏതെങ്കിലും യുഗത്തിലായിരിക്കണം. ഈ പാവപ്പെട്ടവരെല്ലാം അവസാനം പറയുന്നൊരു കാര്യം നമുക്ക് വളരെയധികം സങ്കടം ഉണ്ടാക്കുന്നതാണ്. വീട്ടിലുള്ള വീട്ടുകാരെങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്താം, ഇല്ലെങ്കിൽ സ്വന്തം അച്ഛനും അമ്മേനൊക്കെ ഒരു നല്ല വീട്ടിൽ ഇവർ പറയുന്ന കുറെ ഗിമിക്കുകളൊക്കെ കേട്ട് അവരുടെ അച്ഛനും അമ്മേനൊക്കെ അതുപോലെ സന്തോഷിപ്പിച്ച് ജീവിപ്പിക്കുക, അല്ലെങ്കിൽ വരും കാലത്ത് അവർക്ക് ബുദ്ധിമുട്ടില്ലാണ്ടൊക്കെ ഒന്ന് ലൈഫിൽ സെറ്റിലാക്കാം എന്ന ഉദ്ദേശത്തിൽ അവിടെ ചെന്നിട്ടുള്ള കുറച്ച് പിള്ളേരാണ്. ദയവ് ചെയ്തിട്ട് എല്ലാവരും ആ പിള്ളേരെ നേരെ ആക്രമിക്കാൻ പോകരുത്. അതിന്റെ റിക്വസ്റ്റ് ആണ്. സത്യം, നമുക്ക് അവരെതിരെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. കാരണം അവരും ഇതേമാതിരി എന്തെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചിട്ടാന്നേ. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ അവരുടെ കരിയർ ആസ്പിറേഷൻസ് എന്ന രീതിയിൽ അവർക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്ത് പോകാം എന്ന രീതിയിലുണ്ട്. പക്ഷേ ഇതിന് ഇടക്കിടക്കുന്ന ഒരു ജനറേഷനുണ്ട്, അല്ലെങ്കിൽ അതിന് മുന്നേയുള്ള ജനറേഷൻ. അവരൊക്കെ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും പഠിച്ച് എന്തെങ്കിലും ജോലിയെടുത്ത് മാതാപിതാക്കളുടെ കഷ്ടപ്പാട് ഇല്ലാതാക്കണമെന്ന് വിചാരിക്കുന്നവരാ, അല്ലെങ്കിൽ വീട്ടിലെ ദുരിതം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ളവരാണ് ഇവരുടെ ഇരകൾ. അവർക്കാണ് ഈ വാഗ്ദാനങ്ങൾ കൊടുത്ത്. അപ്പോൾ കേൾക്കുമ്പോൾ നേരത്തെ ആ കമന്റ് പറഞ്ഞിട്ടല്ലേ, ഭയങ്കര മോട്ടിവേഷനാ. അത് കിട്ടും, ഇത് കിട്ടും. അപ്പോൾ മാതാപിതാക്കൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കണം, വീട്ടുകാർക്ക് നല്ലൊരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കണം എന്നൊക്കെ വിചാരിച്ച് ചെല്ലുന്നവരാണ് ഇങ്ങനെ ചൂഷണം ചെയ്യപ്പെടുന്നത്. അങ്ങനെയുള്ളവരെ കൊണ്ടാണ് ഈ പറയുന്ന പണിഷ്മെന്റ് ഒക്കെ ചെയ്യിപ്പിച്ചിരിക്കുന്നത്. സ്റ്റാഫിന് കൊടുക്കുന്ന പനിഷ്മെന്റ് ആണ്. മാനേജ്മെന്റിന് ഒരു ഇതുമില്ല. ഇവരുടെയൊക്കെ ഈ വെള്ളപൂശലിന് പിന്നാലെ പോകാതെ ഈ സ്ഥാപനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഈ മാനേജ്മെന്റിനെതിരെ കൃത്യമായ നിയമ നടപടി ഉണ്ടാവണം. അതിന് ജനങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്യണം. എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത്? അത് കമന്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.